ഈസി വിന്നറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി EVSൽ മൺഡേ എല്ലാവർക്കും EVSന്റെ എക്സാം ആണ്. സെക്കൻഡ് ടൈം എക്സാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് EVSലെ ഓരോ യൂണിറ്റിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്കൊന്ന് യൂണിറ്റ് 5 ഫുഡ് ആൻഡ് ഹെൽത്ത് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിംസ് ഓഫ് ഗിവൺ പിക്ചേഴ്സ് ഓഫ് ഫുഡ് ഐറ്റംസ്. ഇറ്റ് ഈസ് ദ ആൽബം പ്രിപ്പയർഡ് ബൈ അപ്പു. അപ്പോൾ ഇവിടെ ഫുഡ് ഐറ്റംസിന്റെ ഒരു ആൽബം അപ്പു പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന പിക്ചേഴ്സ് ഏത് ഫുഡ് ഐറ്റം ആണ് എന്ന് നമ്മളിവിടെ എഴുതണം. ഓക്കെ, ഇവിടെ എന്താണ് എഴുതേണ്ടത്? ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് വിച്ച് കാറ്റഗറി ദേ ബിലോങ്സ് ടു. നമുക്കിവിടെ ഫുഡ് ഐറ്റത്തിന്റെ പേര് എന്ന് പറയുന്നത് എന്താ? കാറ്റഗറി. അവര് ഈ ഫുഡ് ഐറ്റംസ് ഏത് കാറ്റഗറി ആണ് എന്നാണ് എഴുതേണ്ടത് അല്ലേ. ഫസ്റ്റ് പിക്ചർ ഏതാ? തപ്പിയോക്ക. അത് ഏത് കാറ്റഗറിയാണ് വരുന്നത്? ട്യൂബേഴ്സ് ആണല്ലേ. നെക്സ്റ്റ് ഏതാ? റൈസ്. റൈസ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? സെറീൽസ്. നെക്സ്റ്റ് എന്താ? ഓറഞ്ച്. ഓറഞ്ച് ഏത് കാറ്റഗറിയാ? ഫ്രൂട്ട്സ്. അടുത്ത ഏതാ? ഫിഷ് ഉണ്ട്, എഗ് ഉണ്ട്, മിൽക്ക് ഉണ്ട്. ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഫ്രം ആനിമൽ സോഴ്സസ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഓരോ തന്നിരിക്കുന്ന ഫുഡ് ഐറ്റത്തിന്റെയും കാറ്റഗറി ഏതാണെന്ന് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ് വി കൺസ്യൂം മോസ്റ്റ്, കുക്ക്ഡ് ഓർ അൺകുക്ക്ഡ്? നമ്മുടെ സാധാരണയായിട്ട് കുക്ക്ഡ് ഫുഡ് ഐറ്റംസ് ആണോ അൺകുക്ക്ഡ് ഫുഡ് ഐറ്റംസ് ആണോ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. സാധാരണ നമ്മൾ ഏതാ? കുക്ക്ഡ് ഫുഡ് ഐറ്റംസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. കുക്ക്ഡ് ഫുഡ് ഐറ്റംസ് വി കൺസ്യൂം മോസ്റ്റ്. വൈ ഡു വി കുക്ക് ഫുഡ് ഐറ്റംസ്? നമ്മൾ എന്തിനാണ് ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്യുന്നത്? ടു ഇൻക്രീസ് ദ ടേസ്റ്റ് കൂട്ടാനായിട്ട് അല്ലേ. പിന്നെ എന്താ? ടു ഡിസ്ട്രോയ് ദ മൈക്രോ ഓർഗാനിസംസ്. അപ്പം നമ്മുടെ ഫുഡ് ഐറ്റംസിനകത്തുള്ള മൈക്രോ ഓർഗാനിസംസിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുക്ക് ചെയ്യും. ടു മേക്ക് ഡൈജഷൻ ഈസി. ദഹനം ഈസി ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫുഡ് ഐറ്റംസിനെ കുക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? നമ്മൾ ഏത് ടൈപ്പ് ഫുഡ്, കുക്ക്ഡ് ആണോ അൺകുക്ക്ഡ് ആണോ കൂടുതൽ യൂസ് ചെയ്യുന്നത്? കുക്ക്ഡ് ഫുഡ് ഐറ്റംസ് ആണ്. പിന്നെന്താ, എന്തുകൊണ്ടാണ് നമ്മൾ ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്യുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് എന്തിനാണ്? ടു ഇൻക്രീസ് ദ ടേസ്റ്റ്, ടു ഡിസ്ട്രോയ് ദ മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ടു മേക്ക് ദ ഡൈജഷൻ ഈസി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർ ഓണം സെലിബ്രേഷൻ അമ്മുസ് ക്ലാസ് ടീച്ചർ ബ്രോട്ട് സം ഐറ്റംസ്. ദേ ആർ ഗോയിങ് ടു മേക്ക് സദ്യ. അറേഞ്ച് ദീസ് ഐറ്റംസ് ഇൻ ടേബിൾ ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ എന്താ? ഓണ സെലിബ്രേഷന് വേണ്ടി അമ്മുവിന്റെ ക്ലാസ് ടീച്ചർ കുറച്ച് ഫുഡ് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവരെന്താ? സദ്യ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? താഴെ തന്നിരിക്കുന്ന ടേബിളിൽ ഈ ഫുഡ് ഐറ്റംസിനെ അറേഞ്ച് ചെയ്ത് എഴുതണം. ഇപ്പോൾ സെറീൽസ് തന്നിട്ടുണ്ട്. സെറീൽസിൽ ഏതാ തന്നിരിക്കുന്നത്? വീറ്റ് തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ തന്നിരിക്കുന്ന പിക്ചറിൽ വേറെ ഏതാണ് സെറീലായിട്ടുള്ളതെന്ന് നമ്മൾ നോക്കണം. ഇവിടെ ഏതാ സെറീലായിട്ട് പിന്നീട് ഉള്ളത്? റൈസ് ഉണ്ടല്ലേ. അപ്പോൾ സെറീൽസിൽ റൈസും വീറ്റും വരും. നെക്സ്റ്റ് ഏതാ? വെജിറ്റബിൾസ് അല്ലേ. വെജിറ്റബിൾസിൽ ലേഡീസ് ഫിംഗർ തന്നിട്ടുണ്ട്. പിന്നെ ഇനി ഏതാ വേണ്ടത്? ഇവിടെ ഈ തന്നിരിക്കുന്ന പിക്ചറിൽ ഏതാ ഉള്ളത്? ബ്രിഞ്ചാൾ ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് ബ്രിഞ്ചാൾ എഴുതാം. അടുത്ത പൾസസിന്റെ ഐറ്റത്തിൽ ബംഗാൾ ഗ്രാം തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പൊ നമുക്കിനി അടുത്ത ഏതാ? ഇവിടെ നോക്കിയിട്ട് നമുക്ക് ഈ പിക്ചേഴ്സിനകത്തുനിന്ന് ബംഗാൾ ഗ്രാം അല്ലാതെ വേറെ എന്താ കാണാൻ പറ്റുന്നത്? PGNB അഥവാ റെഡ് ഗ്രാം കാണാൻ പറ്റുന്നുണ്ടല്ലേ. തുവര കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ? പൾസസും നമുക്ക് ബംഗാൾ ഗ്രാമും PGNBയും പിക്ചറിനകത്തുണ്ട്. അടുത്ത ട്യൂബേഴ്സ് ഏതാ തന്നിരിക്കുന്നത്? ടപ്പിയോക്കയും തന്നിട്ടുണ്ട്, കൊളക്കേഷ്യയും തന്നിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് ഏതാ? ലീഫി വെജിറ്റബിൾസിൽ ഏതാ തന്നിരിക്കുന്നത്? സ്പിനാച്ച് തന്നിട്ടുണ്ട്, മുരിങ്ങ ലീവ്സ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ ഈ തന്നിരിക്കുന്ന പിക്ചർ നോക്കിയിട്ട് നമ്മുടെ താഴത്തെ ടേബിൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റം ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ടു അവോയ്ഡ് മാൽന്യൂട്രീഷൻ. അപ്പോൾ മാൽന്യൂട്രീഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഡയറ്റിൽ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ. വിച്ച് കാറ്റഗറീസ് ഡു ദ ഫോളോയിങ് ഫുഡ് ഐറ്റംസ് ബിലോങ് ടു. ഇവിടെ എന്താണ്? കുറച്ച് ഫുഡ് ഐറ്റംസിന്റെ പേര് തന്നിട്ടുണ്ട്. ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് എഴുതണം അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ? പിക്ചർ തന്നിട്ടില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫുഡ് ഐറ്റംസിന്റെ പേര് തന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് നമ്മൾ ഈ ടേബിളിൽ എഴുതണം. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ടേബിളിൽ ഏതാ? ട്യൂബേഴ്സ് എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ട്യൂബേഴ്സ് ഏതൊക്കെയാ ഉള്ളത്? തപ്പിയോക്ക ഉണ്ട്,
യാം ഉണ്ട്. നെക്സ്റ്റ് ബംഗാൾ ഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും ഹെഡിങ്? പൾസസ് ആയിരിക്കും അല്ലേ? ഇപ്പോൾ പൾസസിനകത്ത് ഏതൊക്കെയാ? ബംഗാൾ ഗ്രാം തന്നിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയാ ഇവിടെ ഉള്ളത്? ഗ്രീൻ ഗ്രാമും ഗ്രീൻ പീസും ഉണ്ട് അല്ലേ? നെക്സ്റ്റ് ഏതൊക്കെ നമുക്ക് കോളം എഴുതാം? ഫ്രൂട്ട്സ് എഴുതാം. ഫ്രൂട്ട്സ് ഇവിടെ ഏതൊക്കെയുണ്ട്? ഗ്രേപ്സ്, ഓറഞ്ച്, ആപ്പിൾ. നെക്സ്റ്റ് ഏത് എഴുതാം? വെജിറ്റബിൾസ് എഴുതാം. സ്നേക്ക് ഗാർഡ് ഉണ്ട്, ലേഡീസ് ഫിംഗർ ഉണ്ട്, പംകിൻ ഉണ്ട്. അതുപോലെ മറ്റെന്തൊക്കെയാ കാറ്റഗറീസാ ഉള്ളത്? ലീഫി വെജിറ്റബിൾസ് ഉണ്ടല്ലേ ഇവിടെ. അപ്പൊ അത് ഏതൊക്കെയാ ഉള്ളത്? മുരിങ്ങ ലീവ്സ് ഉണ്ട്, അമരാന്തസ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്. ഇത് മൂന്നും ഏതാണ്? ലീഫി വെജിറ്റബിൾസ് ആണല്ലേ? അപ്പോൾ ഇതുപോലെ തന്നിരിക്കുന്ന ഫുഡ് ഐറ്റംസിന് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാറ്റഗറീസ് ആയിട്ട് ഈ ടേബിളിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ തന്നിട്ടുണ്ട്. ഐ ബിലോങ് ടു പൾസസ് ഫാമിലി. ഐ എം ഗ്രീൻ ഇൻ കളർ. ഐ എം സ്മോളർ ദാൻ ദ ബംഗാൾ ഗ്രാം. ഹു ആം ഐ? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഞാൻ പൾസസ് ഫാമിലിയിലാണ് വരുന്നത്. ഇതൊരു റിഡിൽ പോലെയാണ് അല്ലേ? അപ്പൊ ഞാൻ എന്താണ്? പൾസസ് ഫാമിലിയിലാണ് വരുന്നത്. ഐ എം ഗ്രീൻ ഇൻ കളർ. ഞാൻ എന്താ? ഗ്രീൻ കളർ ആണ്. ഐ എം സ്മോളർ ദാൻ ബംഗാൾ ഗ്രാം. ഞാൻ എന്താ? ബംഗാൾ ഗ്രാമിനെക്കാളും എന്താണ്? സ്മോൾ ആണല്ലേ? ബംഗാൾ ഗ്രാം അറിയാലോ അല്ലേ? കടല. അപ്പൊ ഈ കടലയെക്കാളും ഞാൻ ചെറുതാണ്. ഞാൻ ഗ്രീൻ കളർ ആണ്. ഞാൻ പൾസസ് ഫാമിലിയിലാണ് വരുന്നത്. ഞാൻ ആരാണ്? ആരായിരിക്കും? ഗ്രീൻ ഗ്രാം ആയിരിക്കും അല്ലേ? അതുപോലെ ഫൈൻഡ് ദ ഓഡ് വൺ. മിൽക്ക്, എഗ്, തപ്പിയോക്ക, മീറ്റ്. അപ്പൊ ഇതിനകത്ത് എളുപ്പമല്ലേ? ഇതിൽ ഏതാ ഓഡ് വൺ ആയിട്ടുള്ളത്? തപ്പിയോക്കയാണല്ലേ? മിൽക്കും എഗ്ഗും മീറ്റും എന്താ? ഫ്രം ആനിമൽ സോഴ്സസ് ആണ് കിട്ടുന്നത് അല്ലേ? തപ്പിയോക്ക ഏതാ? ട്യൂബേഴ്സ് ആണല്ലേ? അപ്പോൾ ആൻസർ ഏതാ? ഓഡ് വൺ ഇതിൽ തപ്പിയോക്കയാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ വി ഷുഡ് ഇൻക്ലൂഡ് ഓൾ ദ കാറ്റഗറീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻ അവർ ഡയറ്റ്? നമ്മുടെ ഡയറ്റിൽ നമ്മൾ എന്തുകൊണ്ടാണ് എല്ലാ കാറ്റഗറിയിലുള്ള ഫുഡ് ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുന്നത്? ഓക്കെ. ഫസ്റ്റ് എന്താ? ടു പ്രിവെന്റ് ഡിസീസസ് അല്ലേ? ഡിസീസസ് പ്രിവെന്റ് ചെയ്യാനായിട്ട്. ടു ഗെറ്റ് ഓൾ ദ എസെൻഷ്യൽ ന്യൂട്രിയൻസ്. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കാറ്റഗറീസിലുള്ള ഫുഡ് ഐറ്റംസും നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഹെൽപ്സ് ഇൻ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അതുപോലെ എന്താ? നമ്മുടെ ബോഡിയുടെ പ്രോപ്പർ ഗ്രോത്തിന് ഡെവലപ്മെന്റിന് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കാറ്റഗറിയിലുള്ള ഫുഡ് ഐറ്റംസും കഴിക്കണം അല്ലേ? പ്രൊവൈഡ്സ് സ്ട്രെങ്ത് ടു ഡു വർക്ക്. നമ്മുടെ വർക്ക് ചെയ്യാനായിട്ടുള്ള സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യും അല്ലേ? അപ്പം നമ്മുടെ എല്ലാ കാറ്റഗറിയിലുള്ള ഫുഡ് ഐറ്റംസും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നതിനുള്ള കാരണങ്ങളാണ് പറയുന്നത്. ഐഡന്റിഫൈ ദ ഗിവൺ കാറ്റഗറീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ആൻഡ് മാച്ച് ദെയർ ബെനിഫിറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? തന്നിരിക്കുന്ന കാറ്റഗറീസ് ഓഫ് ഫുഡ് ഐറ്റംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം അതിന്റെ ബെനിഫിറ്റ് എന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് എന്താ തന്നിരിക്കുന്നത്? വെജിറ്റബിൾസ് ആണല്ലേ? അപ്പോൾ ഇതിൽ വെജിറ്റബിൾസിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് നോക്കുക, അതിനോട് മാച്ച് ചെയ്യുക. ഏതാണ്? ഹെൽപ്സ് ടു പ്രിവെന്റ് ഡിസീസസ്. നെക്സ്റ്റ് ഏതാ തന്നിരിക്കുന്നത്? പൾസസ് ആണല്ലേ? അപ്പോൾ പൾസസ് എന്ത് ചെയ്യുക? ഹെൽപ്സ് ഇൻ ബോഡി ഗ്രോത്ത്. അടുത്ത ഏതാ തന്നിരിക്കുന്നത്? ഫിഷ് ഉണ്ട്, എഗ് ഉണ്ട്, മിൽക്ക് ഉണ്ട്. ഇതെന്താണ്? ഫ്രം ആനിമൽ സോഴ്സസ് ആണല്ലേ? അപ്പൊ ഇവിടെ എന്താ? ഇതെന്താ ചെയ്യുന്നത്? ഗീവ് ന്യൂട്രിയൻസ് ഫോർ ബോഡി ഗ്രോത്ത്. ഓക്കെ. അപ്പൊ ഇതുപോലെ എല്ലാ കാറ്റഗറീസ് ഓഫ് ഫുഡ് ഐറ്റംസിന്റെ എന്ത് ചെയ്യണം? നമ്മുടെ ബെനിഫിറ്റ്സ് നമ്മൾ പഠിച്ചു വെക്കണം. നമുക്ക് ഇതുപോലെ മാച്ച് ചെയ്യാനൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ എല്ലാം നമ്മുടെ എന്ത് ചെയ്യുക? ബെനിഫിറ്റ്സ് നമ്മളൊന്ന് നോക്കി വെക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ഡൗൺ വെദർ ദ ഫോളോയിങ് ഫുഡ് ഹാബിറ്റ്സ് ആർ ഗുഡ് ഓർ ബാഡ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫുഡ് ഹാബിറ്റ് എന്താണ്? ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താ? ഇപ്പം നമുക്ക് ഈ തന്നിരിക്കുന്നതിന് നേരെ ഒരു കോളം തന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഗുഡ് ആണെങ്കിൽ നമുക്ക് ടിക്ക് ചെയ്യാം, ബാഡ് ആണെങ്കിൽ എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം അല്ലേ? അപ്പോൾ ഫസ്റ്റിൽ എന്താ? ഈറ്റിംഗ് മീറ്റ് ആഫ്റ്റർ കുക്കിംഗ് വെൽ. നന്നായിട്ട് കുക്ക് ചെയ്ത ശേഷം മീറ്റ് കഴിക്കുന്നത് എന്താണ്? ഗുഡ് ഹാബിറ്റ് ആണല്ലേ? അപ്പം നമ്മൾ അതിന് എന്ത് ചെയ്യണം? ടിക്ക് ഇടാം. നോട്ട് ഹാവിങ് പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ് റഷ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ റഷിൽ, തിരക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കറക്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല. അതെന്താണ്? ബാഡ് ഹാബിറ്റ് ആണല്ലേ? അടുത്ത ഏതാ? ഈറ്റിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വിത്തൗട്ട് വാഷിംഗ്. അപ്പോൾ വാഷ് ചെയ്യാതെ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നു. അതെന്താണ്? ബാഡ് ഹാബിറ്റ് ആണല്ലേ? നെക്സ്റ്റ് ഏതാ? ഷോയിങ് റിലക്റ്റൻസ് ടു ഡ്രിങ്ക് വാട്ടർ. അതെന്താണ്? വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മടി കാണിക്കുന്നു. തെറ്റല്ലേ അത്? അടുത്ത ഏതാ? ഈറ്റിംഗ് ഫുഡ്സ് ആഫ്റ്റർ വാഷിംഗ് ഹാൻഡ്സ്. ഹാൻഡ്സ് വാഷ് ചെയ്ത ശേഷം ഫുഡ് കഴിക്കുന്നു. ഗുഡ് ഹാബിറ്റ് ആണല്ലേ?
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Appu saw sprouting up of one papaya plant in front of his house. He is eager to know that how is possible without planting. Can you help him to know the reason? ഇവിടെ എന്താണ്, അപ്പു ഒരു കാഴ്ച കണ്ടു. എന്താണ്, പപ്പായ പ്ലാന്റ് അവൻ നടാതെ തന്നെ അവന്റെ വീടിന് മുൻപിൽ പൊടിച്ചു വന്നു. അപ്പൊ അവൻ അത് എന്താണ് കാരണമെന്ന് അറിയാനായിട്ട് ഒരു ആകാംക്ഷയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവനെ ഹെൽപ്പ് ചെയ്യാമോ, ഇത് എങ്ങനെയാണ് ഇത് പൊടിച്ചു വന്നതെന്നുള്ള റീസൺ അവനൊന്ന് പറഞ്ഞു കൊടുക്കാമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും റീസൺ? നമ്മൾ പഠിച്ചതാണല്ലേ ഓൾറെഡി ഈ യൂണിറ്റിൽ. എന്താണ്? The birds and other creatures that come to the garden in search of food eat fruit and deposit their seed in various places. അപ്പോൾ എന്താണ്, നമ്മുടെ ഗാർഡനിലൊക്കെ വരുന്ന ബേർഡ്സും മറ്റു ജീവികളും എന്ത് ചെയ്യും, ഫുഡ് നോക്കിയായിരിക്കുമല്ലോ അവ വരുന്നത്. ഈ ഫുഡ് കഴിച്ച ശേഷം, അതായത് ആ ഫ്രൂട്ട് കഴിച്ച ശേഷം അവ എന്ത് ചെയ്യും, അതിന്റെ സീഡ് അത് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ദോ സീഡ്സ് ജെർമിനേറ്റ് ലേറ്റർ, ആ സീഡാണ് അവിടെ കിടന്ന് പിന്നീട് എന്ത് ചെയ്യുന്നത്, ജെർമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ റീസൺ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അടുത്ത നോക്കിയേ, പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് വെജിറ്റബിൾസ് ടു പ്ലാന്റ് ഇൻ യുവർ സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പല രീതിക്ക് വരാം. ചിലപ്പോൾ കുറച്ച് ഓപ്ഷൻസ് തന്ന ശേഷം ഇതിൽ ഏതൊക്കെ വെജിറ്റബിൾസ് നിങ്ങൾ നിങ്ങളുടെ വെജിറ്റബിൾ ഗാർഡനിൽ പ്ലാന്റ് ചെയ്യും എന്ന് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ, ഇതുപോലെ ഒരു നിങ്ങളുടെ ടീച്ചറിനെ ഹെൽപ്പ് ചെയ്യുക, ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ ടീച്ചറെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അതിന് നിങ്ങളുടെ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, എന്തൊക്കെ വെജിറ്റബിൾസ് അവിടെ നമുക്ക് നടാൻ കഴിയും എന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. അങ്ങനെ പല രീതിക്ക് ഈ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വെജിറ്റബിൾസിന്റെ പേര് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, സ്പിനാച്ച് നടാം, ലേഡീസ് ഫിംഗർ, പീ, ടൊമാറ്റോ, ബ്രിഞ്ചാൾ, ചില്ലി, പംകിൻ. അപ്പോൾ നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാൻ കഴിയും, ഈ വെജിറ്റബിൾ ഗാർഡനിൽ നടാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ പല രീതിക്കും വരാം. അപ്പോൾ കുറച്ച് നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻസിൽ നടാൻ കഴിയുന്ന കുറച്ച് വെജിറ്റബിൾ ഐറ്റംസിന്റെ പേരും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ എല്ലാ പേർക്കും ഓൾ ദ ബെസ്റ്റ്, സ്റ്റഡി വെൽ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.